നമസ്കാരം. മണി ട്രെൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റൂൾ ഓഫ് 72 എന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. റൂൾ ഓഫ് 72 ആൻഡ് കോമ്പൗണ്ടിങ്. ഈ രണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ചിനെ തന്നെ അത് മാറ്റിമറിക്കും. കുറേ വർഷം ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മളെ ഇത് സഹായിക്കും. നമുക്ക് ആ കൺവിക്ഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. റൂൾ ഓഫ് 72 അതുപോലെ കോമ്പൗണ്ടിങ്, ഈ രണ്ട് കാര്യങ്ങൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺസിനെ അത് നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. സാധാരണ ഒരു സ്റ്റോക്ക് നമ്മൾ 15% അല്ലെങ്കിൽ 20% അല്ലെങ്കിൽ 30% കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് എക്സിറ്റ് ചെയ്യും. അതേസമയം 50%, 100%, 200% അല്ലെങ്കിൽ 3 ബാഗർ, 4 ബാഗർ ഇങ്ങനത്തെ ഒരു ലെവലിലുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് കൺവിക്ഷനാണ്. ആ സ്റ്റോക്ക് അത്രയും നാള് ഹോൾഡ് ചെയ്യാനുള്ള കൺവിക്ഷൻ. ആ കൺവിക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിനെ കുറിച്ച് ആ ലെവലിലുള്ള കൺവിക്ഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ചും റൂൾ ഓഫ് 72 കുറിച്ചും നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് റൂൾ ഓഫ് 72 അതുപോലെ കോമ്പൗണ്ടിങ്ങും നമ്മുടെ ലോങ് ടേം അപ്രോച്ചിനെ എങ്ങനെ അത് ബാധിക്കും നമുക്കതൊന്ന് മനസ്സിലാക്കാം. റൂൾ ഓഫ് 72 ഒരു മാത്തമാറ്റിക് ട്രിക്ക് ആണത്. എത്ര കൊല്ലെടുക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആവാൻ? ഇത് കണ്ടെത്താനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് റൂൾ ഓഫ് 72. 72നെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ റേറ്റ് കൊണ്ടോ ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ കിട്ടിയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എത്ര വർഷം കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആവും എന്നാണ് ഈ നമ്പർ കാണിക്കുന്നത്. നമ്മൾ ഒരു FD പ്ലേസ് ചെയ്യുന്നു. 6% അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. 72 ഡിവൈഡഡ് ബൈ 6, നമുക്ക് അതിന്റെ ഉത്തരം കിട്ടുന്നത് 12 വർഷം. അപ്പോൾ 12 വർഷം എടുക്കും നമ്മുടെ പൈസ ഡബിൾ ആവാനായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആവാനുള്ള ടൈം അത്രയും കുറച്ച് മതി. ഇതൊരു റഫ് എസ്റ്റിമേറ്റ് ആണ്, പക്ഷെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും ഇൻവെസ്റ്റിങ്ങിലും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എന്റെ അഭിപ്രായത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് കൺവിക്ഷൻ ബിൽഡ് ചെയ്യാനാണ്. നമുക്ക് ലോങ് ടേം ആയിട്ട് ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് റൂൾ ഓഫ് 72 അതുപോലെ കോമ്പൗണ്ടിങ്ങും വളരെയധികം യൂസ്ഫുൾ ആണ്. നമ്മളൊരു FD പ്ലേസ് ചെയ്യണം 6.8%. ഏകദേശം 10.5 വർഷം എടുക്കും അത് ഡബിൾ ചെയ്യാനായിട്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ചെയ്യാനായിട്ട് 10.5 വർഷം എടുക്കും. 12% റിട്ടേൺസ് തരുന്ന ലാർജ് ക്യാപ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 വർഷം എടുക്കും. മിഡ് ക്യാപ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 14% കിട്ടുന്ന മിഡ് ക്യാപ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വർഷത്തോളം കൊണ്ട് നമ്മുടെ എമൗണ്ട് നമുക്ക് ഡബിൾ ചെയ്യാൻ പറ്റും. സ്മോൾ ക്യാപ്സിലാണെങ്കിൽ 3.5 വർഷം മതി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ട് 25% റിട്ടേൺ തരികയാണെങ്കിൽ 2.88 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ എമൗണ്ട് ഡബിളായി കിട്ടും. 30% റിട്ടേൺസ് തരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2.5 വർഷം കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഡബിളായി മാറും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോക്കാണ് റിലയൻസ്. ഇതിന്റെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് വന്ന് കഴിഞ്ഞ 10 വർഷം അത് 8%. പ്രോഫിറ്റ് ഗ്രോത്ത് 13%. സ്റ്റോക്ക് പ്രൈസ് ഗ്രോത്ത് 21%. കഴിഞ്ഞ 5 വർഷം 10% വെച്ച് ഗ്രോ ചെയ്തു. കഴിഞ്ഞ 5 വർഷം പ്രോഫിറ്റ് 12% വെച്ച് ഗ്രോ ചെയ്തു. സ്റ്റോക്ക് പ്രൈസ് കഴിഞ്ഞ 5 വർഷം 22% വെച്ച് ഗ്രോ ചെയ്തു. ഇതേ രീതിയിലുള്ള പെർഫോമൻസ് അടുത്ത 10 വർഷവും കാഴ്ചവെക്കുകയാണെങ്കിൽ ഇതേപോലത്തെ റിട്ടേൺസ് അടുത്ത 10 കൊല്ലവും റിലയൻസ് നേടും. റിലയൻസിന്റെ സ്റ്റോക്ക് അപ്രോക്സിമേറ്റ്ലി എവറി 3 to 4 ഇയേഴ്സ് ഡബിൾ ആവും. റിലയൻസിന്റെ പ്രോഫിറ്റ് 4 to 6 വർഷം കൊണ്ട് ഡബിൾ ആവും. റിലയൻസിന്റെ സെയിൽസ് ഏകദേശം 7 to 9 വർഷത്തിനുള്ളിൽ ഡബിൾ ആവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോക്കിനെ കാണാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്രോച്ച് മൊത്തത്തിൽ മാറും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. വി-ഗാർഡ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ 10 വർഷം സെയിൽസ് ഗ്രോത്ത് വന്ന് 12%. പ്രോഫിറ്റ് ഗ്രോത്ത് 13%. സ്റ്റോക്ക് പ്രൈസ് 22%. റൂൾ ഓഫ് 72 പ്രകാരം 3.5 വർഷം കൊണ്ട് വി-ഗാർഡിന്റെ സ്റ്റോക്ക് പ്രൈസ് ഡബിൾ ആവും.
V-Guardന്റെ പ്രോഫിറ്റ് എവറി 5 years 5.5 years ഡബിൾ ആവും. V-Guardന്റെ സെയിൽസ് എവറി 6 years ഡബിൾ ആവും. നമുക്കിനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഗാർവാർ ഹൈടെക് ഫിലിംസ് ലിമിറ്റഡ്. ഈ കമ്പനി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഗ്രോ ചെയ്തത് 7%. പ്രോഫിറ്റ് വന്ന് 40% ഗ്രോ ചെയ്തു. സ്റ്റോക്ക് പ്രൈസ് വന്ന് 35%. കഴിഞ്ഞ 5 വർഷത്തെ നോക്കുകയാണെങ്കിൽ 12% വെച്ച് ഗ്രോ ചെയ്തു സെയിൽസ്. പ്രോഫിറ്റ് വന്ന് 20% ഗ്രോ ചെയ്തു. സ്റ്റോക്ക് പ്രൈസിന്റെ CAGR വന്ന് 69% ആണ്. റൂൾ ഓഫ് 72 പ്രകാരം ഏകദേശം 2 വർഷം കൊണ്ട് സ്റ്റോക്ക് പ്രൈസ് ഡബിളായി. ഏകദേശം 2 വർഷം കൊണ്ട് പ്രോഫിറ്റ് ഡബിളായി. ഈ കമ്പനിയുടെ എല്ലാ 10 വർഷം കൂടുമ്പോഴും ഈ കമ്പനിയുടെ സെയിൽസ് ഡബിൾ ആവും. ഇത് പ്രോഫിറ്റിനെയും സ്റ്റോക്ക് പ്രൈസിന്റെ ഗ്രോത്തും വെച്ച് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കുറച്ച് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ്